സ്ഥാനാർത്ഥിക്ക് വേണ്ടി മിക്ക ദിവസങ്ങളിലും എല്ലാ നേതാക്കളും മലപ്പുറത്തുണ്ട്. മിക്ക ദിവസങ്ങളിലും ഉമ്മൻചാണ്ടിയും ഇവിടെ പര്യടനത്തിന് എത്തുന്നുണ്ട്. ഏതായാലും ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെയും കൂടെ ഒരു ആവേശം. അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെ പ്രചരണ പരിപാടി? പ്രചരണ പരിപാടികളൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നു. എല്ലാവരുടെയും ലക്ഷ്യം കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ഒരു ചരിത്ര വിജയം അദ്ദേഹത്തിന് നൽകി ഡൽഹിക്ക് അയക്കണം എന്നുള്ളതാണ്. എല്ലാവരും ഒന്നിച്ച് നീങ്ങുകയാണ്. UDF-നകത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ നേതാക്കൾ കൂടെ വരുമ്പോൾ ഇവർക്കതൊരു ആവശ്യമായി കണ്ടെടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ലീഗിനെ മത്സരിപ്പിക്കാൻ അല്ലെങ്കിൽ ലീഗിനെ മുന്നിലെത്തിക്കാനുള്ള ശ്രമം ഉണ്ടായിരിക്കും. അല്ല, ഇതാണല്ലോ ഇത് UDF-ൻ്റെയും രാജ്യത്തിൻ്റെയും ഒരു ആവശ്യം എന്നുള്ള നിലയിലാണ്. കാരണം കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയും ജനതാൽപര്യത്തോടൊപ്പമല്ല, അവരുടെ പാർട്ടി അജണ്ടയാണ്. പാർട്ടി അജണ്ട നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഒരു ശക്തമായ വികാരം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ആ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും, യാതൊരു സംശയവുമില്ല. സംസ്ഥാന കോൺഗ്രസിനകത്ത് സംസ്ഥാന തലത്തിലെടുത്ത കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടുകൾ ശ്രദ്ധേയമാണ് പല കാര്യങ്ങളിലും. അതുപോലെ ദേശീയ തലത്തിൽ അദ്ദേഹം ഒരു ശബ്ദമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിശ്ചയമായിട്ടും മതേതരത്വ ശക്തികൾ ഇന്ത്യയിൽ യോജിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതിന് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കൂ. കോൺഗ്രസ്സിന് ആ ശ്രമത്തിന് ഏറ്റവും കൂടുതൽ ശക്തി പകർന്നു കൊടുക്കാൻ പറ്റുന്ന നേതാവാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടിയുടെ ഡൽഹിയിലെ ദേശീയ നേതൃത്വത്തിലെ സാന്നിധ്യം നിശ്ചയമായും ഈ ഒരു മുന്നേറ്റത്തിന്, മതേതര ശക്തികളുടെ ഏകീകരണത്തിന് പ്രചോദനം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെ SDP വെൽഫെയർ പാർട്ടികളുടെ വോട്ടുകൾ ഇക്കാര്യത്തിൽ അവർ തീരുമാനമെടുത്തിട്ടില്ല. LDF അവരുടെ വോട്ടുകൾ വേണ്ട എന്ന് കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചും കഴിഞ്ഞു. UDF-ൻ്റെ ഒരു നിലപാട് അല്ല, അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, UDF-ന് ശക്തമായിട്ടുള്ള ഒരു ഉറച്ച ശക്തിയുള്ള സ്ഥലമാണ് മലപ്പുറം. UDF ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുമ്പോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ, ഇതുപോലുള്ള കാര്യത്തിലുള്ള പ്രചരണങ്ങളൊന്നും പിന്നെ ഇവിടെ വിലപേശത്തില്ല, ഒരു വിധത്തിൽ വേശത്തില്ല. UDF സ്വന്തം ശക്തിയിൽ നിന്നുകൊണ്ട് ശക്തമായി മുന്നേറി മുമ്പോട്ട് പോകും. സ്വന്തം ശക്തിയിൽ മറ്റു പാർട്ടികളെ വോട്ട് ആവശ്യമില്ല എന്നാണ്. ഏത് സ്വന്തം ശക്തിയിൽ അതിൽ ഞാൻ പറഞ്ഞല്ലോ, UDF-ന് ജയത്തെക്കുറിച്ചോ ഭൂരിപക്ഷത്തെക്കുറിച്ചോ ഒരാശങ്കയുമില്ല. ഭൂരിപക്ഷം എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? ഞാൻ ഭൂരിപക്ഷത്തിൻ്റെ കണക്കൊന്നും പറയുന്നില്ല. ഏതായിരുന്നാലും ആ ഭൂരിപക്ഷം അതൊരു ചരിത്ര വിജയമായിരിക്കും കുഞ്ഞാലിക്കുട്ടിക്ക്.